ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് പ്ലേ കൊടുക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് പുതിയ വേൾഡാണ് കളിക്കാൻ പോണത്. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബേസ് തുടങ്ങാം. പിന്നെ ഗൈസ്, ഇത് മൈൻക്രാഫ്റ്റ് ട്രയലാണ്. ഓക്കെ ഗൈസ്, ലോഡിങ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ വരും. ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. അടുത്ത റിയൽ മൈൻക്രാഫ്റ്റ് ഞങ്ങൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വേൾഡിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കായിട്ടൊരു വില്ലേജ് ഉണ്ട്. നമുക്ക് ആദ്യം അവിടെ തന്നെ പോയി നോക്കാം. ഗൈസ്, നമുക്ക് ട്രയലിൽ കളിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മെയിനായിട്ട് ഗോളത്തിനെ കൊന്നിട്ട് അയൺ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മൈനിങ്ങിന് പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ തന്നെ നമുക്കൊരു 4 ടോർച്ച് എടുത്തേക്കാം. ഓക്കെ ഗൈസ്, ടോർച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡും നമുക്ക് എടുത്തേക്കാം. ഓക്കെ, ഒരു ബെഡും കട്ടെടുത്തിട്ടുണ്ട്. ഇനി കഴിക്കാനാണ് അടുത്ത വേണ്ടത്. നമുക്കപ്പോൾ ഉള്ള വീടും ഫുള്ളൊന്ന് തിരക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു കുക്കുംബറും ഇല്ല. ഓക്കെ, അവിടെ പുറകിൽ സോംബിയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതടിച്ചോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ആ വീട്ടിലൊരു കുക്കുംബറും ഇല്ല. ഈ വീട്ടിലൊരു മാങ്ങാണ്ടിയും ഇല്ല. ഓക്കെ, ഒരു ചെസ്റ്റ് ഉണ്ട്, മൊത്തം ചവറ്. ഓക്കെ, അടുത്ത ഈ വീട്ടിൽ വീട്ടിലൊരു പൈനാപ്പിളും ഇല്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഞാൻ ഇച്ചിരി വേണ്ടെന്ന് പറഞ്ഞ സാധനം നമുക്കൊന്നും കൂടെ എടുത്തേക്കാം. അത് ആവശ്യമുണ്ട്. കാരണം ലൂട്ട് ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് എവിടെയായിരുന്നു? താഴെ എങ്ങാണ്ടുമായിരുന്നല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ തന്നെ. അപ്പോൾ ഈ ലെതർ ബൂട്ടും ലെതർ പാൻറ്റും നമുക്കങ്ങ് എടുത്തേക്കാം. അടുത്ത് വെയർ ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിനി അയൺ ഒബ്ജക്ട്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ്, നമുക്കിനി പിക്കാക്സ് എടുക്കാൻ പോകണം. അയൺ പിക്കാക്സ്. അതിനു മുമ്പ് നമുക്ക് വുഡ് പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മളിവിടെ വുഡ് പൊട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഈ പീസും കൂടെ മതി. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിക്കും ഉണ്ടാക്കി. അടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു വുഡ് പിക്കാക്സ് ഉണ്ടാക്കാം. ഷവലും ഉണ്ടാക്കിയിട്ടുണ്ട്, പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഷവല് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കുഴിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് ഇനി സ്റ്റോണാണ്. വുഡിനേക്കാൾ ഇച്ചിരി കൂടെ പവർഫുള്ളായിട്ടാണ് സ്റ്റോൺ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സ്റ്റോൺ കൊണ്ട് പിക്കാക്സ് പോലത്തെ ടൂൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അയണുണ്ട്, ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിന് നല്ല സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് റിയൽ മൈൻക്രാഫ്റ്റും കളിക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് അയൺ പിക്കാക്സ് വെച്ച് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയമണ്ടൊക്കെ ടപ്പം പോകണമെങ്കിൽ നല്ല പാടാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ട്രയലാണ്. ഓക്കെ, നമ്മളൊരു സ്റ്റോൺ സോഡും ഉണ്ടാക്കിയിട്ടുണ്ട്, സ്റ്റോൺ പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തിരിയും കൂടെ സ്റ്റിക്ക് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, ഒരു ആക്സും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സ്റ്റോൺ സ്പിയറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇപ്പം ഉണ്ടാക്കി. അടുത്ത ഈ ഡേട്ടും പിക്കാക്സും ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഗൈസ്, നമുക്ക് ഈ റോട്ടൺ ഫ്ലഷ് തിന്നാതിരിക്കാൻ
നമ്മൾ മസ്റ്റായിട്ട് നോക്കണം. കാരണം റോട്ടർ ഫ്ലഷ് തിന്നാൽ നമുക്ക് ഹങ്കർ അടിക്കും. ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആ ഷീപ്പിനെ അങ്ങ് കൊന്നേക്കാം. നിൽക്കടാ കള്ളിയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റത്തെ ഫുഡ് കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ തന്നെ കഴിച്ചേക്കാം. നമുക്ക് ഈ ഫുഡ് ഫോക്കസ് ചെയ്യാം. കണ്ണിൽ കാണുന്നതിനെ മൊത്തം എടുത്ത് കൊന്നേക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ 2 കോഴിയെ കൊന്ന് അടുത്ത ഈ ഷീപ്പിനെ കൊന്നേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ ഫർണസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. അതിനകത്ത് വെച്ച് നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ എനർജി കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെസ്റ്റ് ഫുള്ളും അരിച്ചു വെറുക്കാൻ പോവാ. നമുക്ക് ആ മുകളിലത്തെ വീട്ടിൽ ഒരു ചെസ്റ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം നമുക്കപ്പം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ ഗൈസ്. ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട പ്ലെയേഴ്സിനൊക്കെ അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് അപ്പോൾ ഈ വീട് സെർച്ച് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ സാധനം കണ്ടോ, ഇതാണ് ഫർണസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീടിന് ഒരു ചെസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 2 അയൺ ഇങ്കറ്റ് കിട്ടിയിട്ടുണ്ട്, 3 ബ്രെഡും കിട്ടിയിട്ടുണ്ട്, ഒരു അയൺ ബൂട്ട്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരത്തെ കിട്ടിയ ഒരു ലെതർ ബൂട്ട് ഇല്ലായിരുന്നു, അത് നമുക്ക് ഇപ്പം മാറിയേക്കാം. ഈ ലെതർ ബൂട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഈ അയൺ ബൂട്ട്സ് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ സാരില്ല ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് ഇച്ചിരി അങ്ങ് പൊളിച്ചെടുത്തേക്കാം. ഈ പാവപ്പെട്ടവൻ്റെ വീടിൽ നമ്മൾ ഇച്ചിരി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും എടുത്ത് കൈ വെച്ച് ആ സാധനം എടുത്ത് ലെതർ ബൂട്ടിന് മാറ്റി ഇവിടെ വെച്ച് ഇവിടുന്ന് തന്നെ സ്റ്റിക്ക് എടുത്തിട്ടില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഈ വുഡിൻ്റെ ആക്സ് ഇല്ലായിരുന്നോ, അത് മാറ്റി നമുക്ക് അയൺ ആക്സ് ആക്കാം. ഓക്കെ, സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് 3 അയൺ വേണം ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ അത് അതില്ല ഗൈസ്. ഇവിടെ ഒരു അയൺ കാണുന്നത് ഗൈസ്, ഇവിടെ ഒരു അയൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ അങ്ങ് പൊളിച്ചെടുത്തേക്കാം. അയ്യോ ഗൈസ്, ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് ഈ ഫർണസിനകത്തോട്ട് ഇൻപുട്ട് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ അയൺ ഇങ്കറ്റ് എന്ന് കാണും, ഇതിപ്പോൾ റോ അയണം. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി നമുക്ക് വുഡും ഒന്നെങ്കിൽ വുഡ് അല്ലെങ്കിൽ വുഡും വേണം. സോറി ഗൈസ്, ഒന്നെങ്കിൽ വുഡ് അല്ലെങ്കിൽ കോള് വേണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അയൺ ഇങ്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ അയൺ ഇങ്കറ്റ് എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഫർണസും അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം, ആവശ്യം വരും. ഓക്കെ ഗൈസ്, ഈ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓക്കെ ഒരു ആക്സും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രോസ് ബോയ്ക്കുള്ള ഐറ്റംസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളും നമുക്ക് പൊട്ടിച്ചേക്കാം. ജസ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ രാത്രിയായി, നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, ബ്രെഡ് എടുത്ത് കൈ വെച്ചേക്കാം, അതും കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓടി ചെന്ന് അങ്ങോട്ടേക്ക് പോവാം.
ഗൈസ് രാത്രി ഇവിടെ ഭയങ്കര ശല്യമാണ് ഗൈസ്. കുറേ പേര് നമ്മളെ കൊല്ലാൻ പറയും, കുറേ പേര് നമ്മളെ കൊല്ലാൻ വരും. ഓക്കെ ഗൈസ്, നമുക്കിനി ചെറിയൊരു തട്ടിക്കൂട്ട് ബേസ് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഞാനിവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ ബെഡും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിത് ഈ സൈഡിലോട്ട് കൊണ്ടുപോയി വെച്ചേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ടോർച്ച് ആവശ്യമുണ്ട്. ടോർച്ച് ഇവിടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ സോംബീസ് സ്പോൺ ആവത്തില്ല. ഓക്കെ, അപ്പോൾ കിട്ടിയ ടോർച്ച് എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ബെഡ്, ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ കയ്യിൽ, ചെസ്റ്റ് കയ്യിൽ. ഓക്കെ, ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബെഡിലോട്ട് ഏതോ വില്ലേജർ ലിങ്ക് ആയിട്ടുണ്ട്, അവനെ നമുക്ക് കൊന്നേക്കാം. ഓക്കെ, ഈ ചെസ്റ്റും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് നമുക്ക് ഈ സ്റ്റോൺ പിക്കാക്സും സ്റ്റോൺ ആക്സും രണ്ടെണ്ണം ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ അയൺ പിക്കാക്സും എടുത്ത് വച്ചേക്കാം. പിന്നെ ഈ ഫുഡ് നമുക്ക് വേണം, അതുകൊണ്ട് ഈ റോ മട്ടൺ ഇച്ചിരി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഈ അയണിൻ്റെ ഐറ്റംസൊക്കെ നമുക്ക് ചെസ്റ്റിനകത്തോട്ട് വെച്ചേക്കാം. അതുകൊണ്ട് സ്റ്റോണിൻ്റെ ഐറ്റംസ് മാത്രം കയ്യിലോട്ട് വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം പോവും, ഡീസ്പോണായി പോവും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ മാത്രം നമുക്ക് അയൺ ഒബ്ജക്ട്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ കയ്യിലുള്ള ചവറൊക്കെ എല്ലാം എടുത്ത് നമുക്ക് ചെസ്റ്റിലോട്ട് എടുത്ത് വെച്ചേക്കാം. ഫെദറും കയ്യിലിരിക്കട്ടെ, നമുക്ക് അമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ആവും, അമ്പും വില്ലും. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. ഫർണസും കൂടെ ഇവിടെ എടുത്ത് വെച്ചേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അയൺ തപ്പാൻ നമുക്ക് പോവാം. ഫുൾ അയൺ ആർമറായിട്ട് പോയാൽ മതി ഗൈസ്. ഇതാട്ടോ കോള്. ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫർണസിനകത്തിട്ട് കത്തിക്കാൻ പറ്റും. അത് കയ്യിലിരുന്നോട്ടെ. ഇനി നമുക്ക് അയൺ വേട്ടയ്ക്ക് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് അയൺ വേട്ടയ്ക്ക് നമുക്ക് പിന്നെ പോകാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബെൽ ബട്ടൺ അമർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ അമർത്തിയാൽ മതി. അമർത്തണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കഴിഞ്ഞ് കൃത്യം 6 മണിക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.